അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് മറുപടി ഇങ്ങനെ ഇത്രയും അധികം വിശാലമായി പറയുന്ന സമയത്ത് വിശാലമായി തന്നെ ആൻസർ പറയാൻ തയ്യാറാണ്. ഇതാ പൊളിറ്റിക്സിലേക്ക് ഞാൻ ഇറങ്ങും എന്ന് പറഞ്ഞോളൂ, പൊളിറ്റിക്സിലാണ്. അതിന് ഇനി വരുന്ന കാലത്ത് പിന്നെ നമ്മുടെ കെ സുധാകരനോട് പിന്നെ ഇവർ ചോദിച്ചല്ലോ, പത്രപ്രവർത്തകർ ചോദിച്ചല്ലോ BJP ഇപ്പോൾ അത് വരുന്ന സമയത്ത് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടില്ലേ? കെ സുധാകരൻ BJP പോകുമ്പോൾ ഞാൻ BJP പോകരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ജനങ്ങളുടെ മനസ്സിലോ. അപ്പം ഇനി അത് ചിന്തിക്കുന്നവർക്ക് എന്താ, ഇനി ഇവിടുന്ന് അത് ശബരിനാഥൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണ്, ഇവർക്ക് പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എന്നാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നത് തെറ്റുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ച് പോയാൽ എന്ത് പറയാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുന്നവർക്കും അതിൻ്റെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സൈബർ ബുള്ളിങ്ങിൻ്റെ ഭാഗമല്ല, കമൻറ്റിൻ്റെ അടിയിൽ ഒന്ന് എഴുതാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ദിവ്യ ഈശ്വർ IAS അവരുടെ മുന്നിലുള്ള ഒരു എന്താണ് ചിന്തയാണ്, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണ്ട എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടെ എന്താണ് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ദിവ്യ IAS ഈ KK രാഗേഷിനെ പുകഴ്ത്തി പറഞ്ഞില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇല്ലാതാവുമോ? ഒരിക്കലുമില്ല.